നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ നാലാമത്തെ വിഭവമായിട്ടുള്ള രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് എടുക്കാം. നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിപ്പ് നന്നായിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് രസപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊല്ലമുളക്, കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിയില, വെളിച്ചെണ്ണ, കുരുമുളക്, ജീരകം, ഇഞ്ചി, പുളി, അതുപോലെ നമ്മുടെ വെളുത്തുള്ളി. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇടാം ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് ജീരകം ഇടാം. ജീരകം നമുക്കതിലേക്ക് ഇടാം. നമുക്ക് കുരുമുളകും ഇടാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇടാം. ഇനി നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് നമുക്കതിലേക്ക് ഇടാം. നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കരിവേപ്പില ഇടാം അതിലേക്ക്. നമുക്ക് അതൊന്ന് ഇളക്കാം. നമുക്ക് ഇത് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് രസത്തിൻ്റെ പൗഡർ ഇടാം അതിലേക്ക്. നമുക്ക് ബ്രാഹ്മൺസിൻ്റെ പൗഡറാണ്, രസ പൗഡറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്തായാലും നമ്മൾ എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ ബ്രാഹ്മൺസാണ് ഉപയോഗിക്കാറ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെയുള്ള നല്ല രസമൊക്കെ ഈ ഓണക്കാലത്ത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ കമൻറ്റൊക്കെ ഞങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടെടുത്ത് ഒന്ന് ഇളക്കാം നമുക്ക്. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ആ തക്കാളിയും എല്ലാം ആ പുളിവെള്ളത്തിൽ കിടന്ന് വേവട്ടെ. ഇനി നമുക്ക് അതിലേക്ക് ഒരു ശർക്കര ഇടാം. ഒരു ഉണ്ട ശർക്കര ഇടാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇളക്കാം. ആ ശർക്കരയൊക്കെ അതിനകത്ത് അലിഞ്ഞ് ചേരട്ടെ. നമ്മുടെ രസം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ അതിൽ കിടന്ന് വേവാണ്. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മൾ പരിപ്പ് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ച് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി വെള്ളം ചേർത്ത് നമ്മൾ അതിൻ്റെ വെള്ളം ഇതിൽ ഒഴിച്ച് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. എന്തായാലും അതിലേക്ക് കടുക് വറക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉലുവ ഇടാം. കുറച്ച് ഉലുവ നമ്മൾ അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇടാം. നമുക്ക് കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കരിവേപ്പില ഇടാം. കുറച്ച്
ആവശ്യത്തിന് കരിവേപ്പില ഇട്ട് കഴിഞ്ഞു. ഇനി അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് രസത്തിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്കിനി രസത്തിലേക്ക് ആ കടുക് വറുത്തത് ഇടാം. നമുക്ക് എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ നല്ലൊരു രസം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് സദ്യയുടെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു വിഭവമാണ് രസം. നമ്മുടെ രസമൊക്കെ ഇവിടെ റെഡിയായി. ഇനി ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് 5ാമത്തെ വിഭവത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും തിരുവോണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും തിരുവോണാശംസകളോടെ